Welcome back to our channel IAS Talks. Prime Minister. As we know that he is the head of the government. Prime Minister's അപ്പോയിൻമെന്റിലേക്ക് വരികയാണെങ്കിൽ പ്രത്യേകിച്ചൊരു സ്പെസിഫിക് പ്രൊസീജിയറോ കാര്യങ്ങളോ ഒന്നും ഭരണഘടനയിൽ പറയുന്നില്ല. ആൻഡ് പ്രധാനമന്ത്രി അപ്പോയിൻമെന്റ് ചെയ്യുന്നത് പ്രസിഡന്റാണ്. ആർട്ടിക്കിൾ 75 അതിനെപ്പറ്റി പറയുന്നത്. നമുക്കറിയാം മെജോറിറ്റി പാർട്ടി ലീഡർ ആയിരിക്കും പ്രധാനമന്ത്രിയായിട്ട് അധികാരത്തിലെത്തുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മെജോറിറ്റി ഇല്ലാത്ത സാഹചര്യത്തിലും അവിടെ പ്രസിഡന്റാണ് പ്രൈം മിനിസ്റ്ററിനെ ചൂസ് ചെയ്യാനുള്ള അധികാരം നൽകിയിരിക്കുന്നത്. മെജോറിറ്റി ഇല്ലാത്ത സാഹചര്യത്തിൽ കൊളിഷൻ പാർട്ടിയിലെ ലീഡറിനെ ആയിരിക്കും എപ്പോഴും പ്രധാനമന്ത്രിയായിട്ട് തിരഞ്ഞെടുക്കുക. കൊളിഷൻ പാർട്ടി എന്ന് പറയുമ്പോൾ ഇപ്പോൾ നിലവിലൊരു പാർട്ടിക്ക് ഭൂരിപക്ഷം ലഭിച്ചില്ല എന്നുണ്ടെങ്കിൽ ആ പാർട്ടി മറ്റ് പാർട്ടികളുമായിട്ട് സഖ്യം ചേരും. അങ്ങനെ സഖ്യം ചേർന്ന് രൂപീകരിക്കുന്ന പാർട്ടി അല്ലെങ്കിൽ ഗവൺമെന്റിനെയാണ് കൊളിഷൻ പാർട്ടി അഥവാ കൊളിഷൻ ഗവൺമെന്റ് എന്ന് പറയുന്നത്. അങ്ങനെ ആ പാർട്ടിയിൽ നിന്നും ലീഡറിനെ ആയിരിക്കും പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് പ്രസിഡന്റ് തിരഞ്ഞെടുക്കുക. ഫോർ ദ ഫസ്റ്റ് ടൈം 1979 ആദ്യമായിട്ട് പ്രധാനമന്ത്രി അധികാരത്തിലെത്തുന്നത്. ആൻഡ് ഹീസ് ചരൺ സിംഗിനെ അപ്പോയിൻമെന്റ് ചെയ്തത് ആ ടൈമിൽ പ്രസിഡന്റ് ആയിരുന്ന നീലം സഞ്ജയ് റെഡ്ഡിയാണ്. ആൻഡ് ഈ ചരൺ സിംഗ് എന്ന് പറയുമ്പോൾ അദ്ദേഹം ഒരു കൊളിഷൻ ലീഡർ കൂടിയായിരുന്നു. ഇതുപോലെ തന്നെ പ്രസിഡന്റിന് ഒരു ഇൻഡിവിജ്വൽ ജഡ്ജ്മെന്റ് പവർ കൊടുത്തിട്ടുണ്ട് പ്രധാനമന്ത്രി അപ്പോയിൻമെന്റ് ചെയ്യാൻ. രണ്ടാമതൊരു സിറ്റുവേഷൻ അതെന്ന് പറയുന്നത് നിലവിലൊരു പ്രധാനമന്ത്രി അധികാരത്തിലിരിക്കുമ്പോൾ അദ്ദേഹം മരണപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അടുത്തത് ആരായിരിക്കണം ആ ഒരു സ്ഥാനത്തേക്ക് വരേണ്ടതെന്ന് തീരുമാനിക്കുന്നത് പ്രസിഡന്റാണ്. ആൻഡ് നമുക്ക് ഈ ഒരു സെയിം സിറ്റുവേഷൻ ഇന്ദിരാഗാന്ധിയുടെ അസാസിനേഷൻ ആ ഒരു ടൈമിൽ കാണാൻ സാധിക്കും. 1984 ഇന്ദിരാഗാന്ധി അസാസിനേറ്റ് ചെയ്യപ്പെട്ട് കഴിയുമ്പോൾ ആ ടൈമിൽ പ്രസിഡന്റ് ആയിരുന്ന സെയിൽ സിംഗ് രാജീവ് ഗാന്ധിയെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് കൊണ്ടുവരികയാണ്. ആൻഡ് അദ്ദേഹം പിന്നീട് ആ ഒരു ഭരണത്തിൽ തുടരുന്നുണ്ട്. ഇനി ഈ ഒരു ടോപ്പിക്കിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മറ്റ് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് 1980 ഡൽഹി ഹൈക്കോർട്ട് പുതിയൊരു വിധി കൊണ്ടുവരികയുണ്ടായി. നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഒരു പാർട്ടിക്ക് മെജോറിറ്റി ഇല്ലാത്ത സാഹചര്യത്തിൽ ആദ്യം എന്ത് ചെയ്യണം? പാർട്ടി മെജോറിറ്റി പ്രൂവ് ചെയ്യണം. അതിനുശേഷമാണ് പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് വരിക. പക്ഷേ 1980 ഡൽഹി ഹൈക്കോർട്ട് കൊണ്ടുവന്ന വിധി എന്ന് പറയുന്നത് ആദ്യം പ്രധാനമന്ത്രിയായിട്ട് അപ്പോയിൻമെന്റ് ആകാം, അതിനുശേഷം മാത്രം മെജോറിറ്റി പ്രൂവ് ചെയ്താൽ മതി. ഒരു നിശ്ചിത സമയം കൊടുക്കും, അതിനുള്ളിൽ മെജോറിറ്റി പ്രൂവ് ചെയ്താൽ മതി എന്നുള്ളൊരു പുതിയൊരു വിധി 1980 ഡൽഹി ഹൈക്കോർട്ട് കൊണ്ടുവന്നു. ആൻഡ് ഇതുപോലെ തന്നെ 1997 സുപ്രീം കോടതി എന്ത് ചെയ്തു? പുതിയൊരു വിധി കൊണ്ടുവരികയാണ്. പാർലമെന്റിൽ അംഗമല്ലാത്തൊരു വ്യക്തിക്കും ഇന്ത്യൻ പ്രധാനമന്ത്രിയാകാൻ സാധിക്കും. ഒന്നെങ്കിൽ അദ്ദേഹം ലോക്സഭാ മെമ്പർ ആയിരിക്കണം, അല്ലെങ്കിൽ രാജ്യസഭാ മെമ്പർ ആയിരിക്കണം, അങ്ങനെയാണ്. പക്ഷെ പാർലമെന്റ് മെമ്പർ അല്ലാത്തൊരു വ്യക്തിക്ക് കൂടിയും എന്ത് ചെയ്യാൻ സാധിക്കും? ഇന്ത്യൻ പ്രധാനമന്ത്രിയാകാൻ സാധിക്കുമെന്നും പ്രധാനമന്ത്രിയായി 6 മാസത്തിന് ശേഷം എന്ത് ചെയ്യണം? രാജ്യസഭയിലോ ലോക്സഭയിലോ അദ്ദേഹം ഇലക്ഷനിലൂടെ ഒരു അംഗത്വമായിരിക്കണം, അല്ലെങ്കിൽ അംഗത്വം നേടിയിരിക്കണം. സോ ഇത് രണ്ടുമാണ് പ്രധാനപ്പെട്ട ഹൈക്കോടതി വിധിയും സുപ്രീം കോടതി വിധിയും. അപ്പോൾ ഇത് നോട്ട് ചെയ്ത് വെക്കാം. ഇതുപോലെ തന്നെ നമ്മൾ ഓർത്തിരിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ബ്രിട്ടനിൽ പക്ഷേ ലോവർ ഹൗസിൽ അംഗമാണെങ്കിൽ മാത്രമേ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് അധികാരത്തിലെത്താൻ സാധിക്കുകയുള്ളൂ. സോ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ആൻഡ് അതുപോലെ തന്നെ ഒരു എക്സ്ട്രാ പോയിന്റ് എന്ന് പറയുന്നത് കൂടുതലായിട്ട് ഈ ലോക്സഭയിൽ നിന്നാണ് പ്രധാനമന്ത്രിയെ തിരഞ്ഞെടുക്കുക. ആൻഡ് 1966 ഇന്ദിരാഗാന്ധിയും 1996 ദേവഗൌഡയും 2004 മൻമോഹൻ സിംഗും രാജ്യസഭയിലൂടെയാണ് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ആയിട്ട് അല്ലെങ്കിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ട് ആ ഒരു പദവിയിലെത്തിയത്. അടുത്തതായിട്ട് ഓത്ത് ടേം ആൻഡ് സാലറി. പ്രധാനമന്ത്രിയുടെ ഓത്ത് ടേം സാലറിയെ പറ്റി നമുക്ക് നോക്കാം. നമുക്കറിയാം, ഓത്ത് ചെയ്യുമ്പോൾ ട്രൂ ഫെയ്ത്ത് ആൻഡ് അലിഗൻസ് ഫോളോ ചെയ്തിരിക്കും, അപ്ഹോൾഡ് സോവറിനിറ്റി ആൻഡ് ഇന്റഗ്രിറ്റി, ഫെയ്ത്ത്ഫുള്ളി തന്നെ ഡ്യൂട്ടീസ് എല്ലാം ഡിസ്ചാർജ് ചെയ്യും, അതുപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം നിയമപ്രകാരം കൃത്യമായി തന്നെ ഡ്യൂട്ടീസ് എല്ലാം നിർവഹിക്കുമെന്നും ഫിയറോ ഫേവറോ ഒന്നും ഇല്ലാതെ അഫെക്ഷനോ വില്ലോ ഒന്നും വെക്കാതെ കൃത്യമായി ഡ്യൂട്ടീസ് എല്ലാം നിർവഹിക്കും എന്നുള്ളതാണ് സത്യപ്രതിജ്ഞ. പ്രധാനമന്ത്രിയുടെ കാലാവധിയിലേക്ക് വരികയാണെങ്കിൽ ഒരു നിശ്ചിത കാലാവധിയൊന്നും നൽകപ്പെടുന്നില്ല. രാഷ്ട്രപതി അനുവദിക്കുന്നത് വരെ പ്രധാനമന്ത്രിക്ക് എന്ത് ചെയ്യാം? ആ ഒരു സ്ഥാനത്ത് തുടരാവുന്നതാണ്. ആൻഡ് അതുപോലെ തന്നെ ഇപ്പോൾ പ്രധാനമന്ത്രിയെ അപ്പോയിൻമെന്റ് ചെയ്യുന്നത് പ്രസിഡന്റ് ആണെങ്കിലും പ്രസിഡന്റിന് ഒരിക്കലും പ്രധാനമന്ത്രിയെ പിരിച്ചുവിടാൻ സാധിക്കില്ല. പ്രധാനമന്ത്രിക്ക് ലോകസഭയിൽ ഭൂരിപക്ഷ പിന്തുണ ഉള്ളിടത്തോളം കാലം എന്ത് ചെയ്യാൻ പറ്റും? രാഷ്ട്രപതിക്ക് അദ്ദേഹത്തെ പിരിച്ചുവിടാൻ സാധിക്കില്ല. പ്രധാനമന്ത്രിക്ക് ആ ഒരു അധികാരത്തിൽ തുടരാൻ സാധിക്കും. ആൻഡ് അതുപോലെ നമുക്കറിയാം, ഇഫ് ഹി ലോസ് കോൺഫിഡൻസ്, ലോകസഭയിൽ പ്രധാനമന്ത്രിയുടെ ഒരു വിശ്വാസം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അദ്ദേഹം എന്ത് ചെയ്യണം? ഒന്നെങ്കിൽ രാജിവെക്കണം, അതല്ലാന്നുണ്ടെങ്കിൽ പ്രസിഡന്റിന് അദ്ദേഹത്തെ ആ ഒരു സ്ഥാനത്ത് നിന്നും നീക്കം ചെയ്യാൻ സാധിക്കും. ആൻഡ് പ്രധാനമന്ത്രിയുടെ സാലറിയും അലൗൺസും ഒക്കെ എല്ലാം നിശ്ചയിക്കുന്നത് പാർലമെന്റ് ആണ്. ദ നെക്സ്റ്റ് വൺ ഈസ് ദാറ്റ് പ്രൈം മിനിസ്റ്ററിന്റെ പവേഴ്സ് ആൻഡ് ഫങ്ഷൻസ് എന്തൊക്കെയാണെന്നുള്ളതാണ്. കൗൺസിൽ ഓഫ് മെമ്പേഴ്സുമായിട്ട് ബന്ധപ്പെട്ടത് എന്തൊക്കെയാണെന്ന് നോക്കാം. കൗൺസിൽ ഓഫ് മെമ്പേഴ്സിൽ മിനിസ്റ്റേഴ്സിനെ റെക്കമെൻഡ് ചെയ്യാനുള്ള അധികാരം പ്രധാനമന്ത്രിക്കാണ്. സോ പ്രധാനമന്ത്രിക്കുള്ള അധികാരങ്ങൾ എന്തൊക്കെയാണ്? മിനിസ്റ്റേഴ്സിനെ റെക്കമെൻഡ് ചെയ്യാം,
അതുപോലെ തന്നെ പോർട്ട്ഫോളിയോസ് ഒക്കെ അലോക്കേറ്റ് ചെയ്യാനും റീഷഫിൾ ചെയ്യാനുമുള്ള അധികാരം നൽകിയിരിക്കുന്നു. കേന്ദ്രമന്ത്രിസഭയിലെ അംഗങ്ങളെ പുറത്താക്കാൻ വേണ്ടിയിട്ട് പ്രസിഡന്റ് എന്ത് ചെയ്യാൻ സാധിക്കും? പ്രസിഡന്റിന് നിർദ്ദേശം കൊടുക്കാൻ സാധിക്കും. കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിന്റെ മീറ്റിംഗ് പ്രിസൈഡ് ചെയ്യുന്നത് പ്രധാനമന്ത്രിയാണ്. അതുപോലെ എല്ലാ മിനിസ്റ്റേഴ്സിനെയും ഗൈഡ് ചെയ്യാനും ഡയറക്റ്റ് ചെയ്യാനും കൺട്രോൾ കോർഡിനേറ്റ്സ് എല്ലാ ആക്ടിവിറ്റീസ് ഒക്കെ കോർഡിനേറ്റും കൺട്രോൾ ചെയ്യാനുമുള്ള എല്ലാ അധികാരവും നൽകിയിരിക്കുന്നത് പ്രധാനമന്ത്രിക്കാണ്. അതുപോലെ നമുക്കറിയാം കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിന്റെ ഹെഡ് എന്ന് പറയുന്നത് പ്രധാനമന്ത്രി ആയിരിക്കും. ഇപ്പോൾ പ്രധാനമന്ത്രി മരണപ്പെടുകയോ അല്ലെങ്കിൽ റിസൈൻ ചെയ്യുകയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ കീഴിലുള്ള ഈ കൗൺസിൽ ഓഫ് മിനിസ്റ്റർ എന്ത് ചെയ്യും? ഡിസോൾവ് ആയി പോകും. ആൻഡ് ഇപ്പോൾ ഒരു മിനിസ്റ്റർ ആണ് മരണപ്പെടുകയോ റിസൈൻ ചെയ്യുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ ആ സീറ്റ് വേക്കൻ്റ് ആയി കിടക്കത്തേയുള്ളൂ. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് ദാറ്റ് ഇൻ റിലേഷൻ ടു പാർലമെന്റ്. ഇനി പാർലമെന്റുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രിക്കുള്ള അധികാരങ്ങളും ഫങ്ഷൻസും എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രധാനമന്ത്രിയാണ് മീറ്റിംഗ്സ് സമ്മൺ ചെയ്യുന്നതും പ്രൊറോഗ് ചെയ്യുന്നതും. അതുപോലെ തന്നെ ഡിസൊല്യൂഷൻ റെക്കമെൻഡ് ചെയ്യുന്നത് ആരാണ്? പ്രധാനമന്ത്രിയാണ്. ഗവൺമെന്റ് പോളിസീസ് എല്ലാം അനൗൺസ് ചെയ്യുന്നതും പ്രധാനമന്ത്രിയാണ്. ആൻഡ് തേർഡ് വൺ ഈസ് ദാറ്റ് റിലേഷൻ ടു പ്രസിഡന്റ്. പ്രസിഡന്റുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രിക്കുള്ള അധികാരങ്ങളും ഫങ്ഷൻസും എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രസിഡന്റും കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സും തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ചാനൽ അല്ലെങ്കിൽ ഒരു പ്രിൻസിപ്പൽ ചാനലാണ് ആര്? പ്രധാനമന്ത്രി. ഇവിടെ പ്രധാനമന്ത്രിക്കുള്ള പ്രധാനപ്പെട്ട ഡ്യൂട്ടി എന്ന് പറയുന്നത് പ്രസിഡന്റുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേഷൻ, അഫയേഴ്സ്, യൂണിയൻ ഗവൺമെന്റുമായി ബന്ധപ്പെട്ട എല്ലാ ഇൻഫർമേഷനും കൈമാറുന്ന ആരാണ്? പ്രധാനമന്ത്രിയാണ്. അതുപോലെ തന്നെ ഇപ്പം ഏതെങ്കിലും ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ആ ഒരു ബില്ലാകട്ടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യമായിക്കൊള്ളട്ടെ അത് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് കൺസിഡർ ചെയ്തില്ല എന്ന് വെക്കുക. പക്ഷെ ഓൾറെഡി മിനിസ്റ്റർ എന്ത് ചെയ്തു? അത് ഡിസിഷൻ എടുത്തു കഴിഞ്ഞു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പ്രസിഡന്റ് വീണ്ടും എന്ത് ചെയ്യാൻ സാധിക്കും? പ്രസിഡന്റ് ഒരു റീകൺസിഡറേഷന് വേണ്ടിയിട്ട് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിന് വീണ്ടും കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിന്റെ മുമ്പിൽ ആ ഒരു വിഷയം സബ്മിറ്റ് ചെയ്യാൻ സാധിക്കും, പ്രസിഡന്റ് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ. അതുപോലെ തന്നെ ഹയർ ഒഫീഷ്യൽസ് ആയിട്ടുള്ള അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ, കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ, UPSC മെമ്പേഴ്സ് നെയിം ചെയർമാൻ, ഇലക്ഷൻ കമ്മീഷണർ, ഫിനാൻസ് കമ്മീഷന്റെ മെമ്പേഴ്സ് ആൻഡ് ചെയർമാൻ ഇവരെല്ലാം അപ്പോയിന്റ്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അഡ്വൈസ് പ്രധാനമന്ത്രിക്ക് പ്രസിഡന്റിന് കൊടുക്കാൻ സാധിക്കും. സോ ഇത്രയും കാര്യങ്ങളാണ് പ്രസിഡന്റുമായിട്ട് ബന്ധപ്പെട്ട് പ്രധാനമന്ത്രിക്കുള്ള പവേഴ്സ് ആൻഡ് ഫങ്ഷൻസ്. ആൻഡ് ദ ഫൈനൽ വൺ ഈസ് ദാറ്റ് അതർ പവേഴ്സ് ആൻഡ് ഫങ്ഷൻസ്. ഈ നമ്മൾ ഈ പറഞ്ഞ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സും പാർലമെന്റും പ്രസിഡന്റുമായിട്ട് ബന്ധപ്പെട്ടതല്ലാതെ ഇതിന് പുറത്ത് നിൽക്കുന്ന പവേഴ്സ് ആൻഡ് ഫങ്ഷൻസ് എന്തൊക്കെയാണെന്നുള്ളതാണ്. ആൻഡ് പ്രധാനമന്ത്രി നമ്മൾ പറയാൻ പോകുന്നതിൻ്റെയൊക്കെയും ചെയർമാനാണ്. നീതി ആയോഗ്, നാഷണൽ ഇന്റഗ്രേഷൻ കൗൺസിൽ, ഇന്റർ സ്റ്റേറ്റ് കൗൺസിൽ, നാഷണൽ വാട്ടർ റിസോഴ്സ് കൗൺസിൽ, അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട മറ്റ് ബോഡീസിന്റെയൊക്കെ ചെയർമാനാണ് അദ്ദേഹം. അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തിന്റെ ഫോറിൻ പോളിസിയിൽ വളരെ വലിയൊരു പങ്ക് തന്നെ പ്രധാനമന്ത്രി വഹിക്കുന്നുണ്ട്. ആൻഡ് ഓൾസോ ഹി ഈസ് ദ ചീഫ് സ്പോക്മാൻ ഓഫ് ദ യൂണിയൻ ഗവൺമെന്റ്. ഇപ്പൊ എന്തെങ്കിലും എമർജൻസീസ് വരുവാണെങ്കിൽ അദ്ദേഹം ആയിരിക്കും മാനേജർ ഇൻ ചീഫ് എന്ന് പറയുന്നത് ഒരു പൊളിറ്റിക്കൽ ലെവലിൽ. ആൻഡ് വെരി ഇമ്പോർട്ടൻ്റ്ലി ഇപ്പോൾ ഒരു ലീഡർ ഓഫ് ദ നേഷൻ ആയിട്ട് അദ്ദേഹത്തെ കാണുകയാണെന്നുണ്ടെങ്കിൽ വേരിയസ് സെക്ഷൻസ് ഓഫ് പീപ്പിൾസിന് ഇടയിലേക്ക് ചെന്നുകൊണ്ട് അവരുടെ പ്രശ്നങ്ങളും അവരുടെ പരാതികളും ഒക്കെ സ്വീകരിച്ച് അതിനുവേണ്ടിയുള്ള നടപടികളൊക്കെ എടുക്കാനുള്ള ഒരു അധികാരം അല്ലെങ്കിൽ ആ ഒരു പവർ പ്രധാനമന്ത്രിക്കുണ്ട്. ആൻഡ് ഹീസ് ദ ലീഡർ ഓഫ് ദ പാർട്ടി ഇൻ പവർ. അധികാരത്തിലുള്ള ഏത് പാർട്ടിയാണോ ആ പാർട്ടിയുടെ ലീഡർ ആയിരിക്കുമല്ലോ. അതുപോലെ തന്നെ പൊളിറ്റിക്കൽ ഹെഡ് ഓഫ് ദ സർവീസസിന്റെ എല്ലാം പൊളിറ്റിക്കൽ ഹെഡും പ്രധാനമന്ത്രി തന്നെയായിരിക്കും. അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പൊളിറ്റിക്കോ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം, അതായത് നമ്മുടെ രാജ്യത്തിന്റെ പൊളിറ്റിക്കോ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റത്തിൽ ഒരു ഹൈലി ക്രൂഷ്യൽ റോള് തന്നെ അല്ലെങ്കിൽ ഒരു വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള റോള് തന്നെ പ്രധാനമന്ത്രി വഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഡോക്ടർ BR അംബേദ്കർ പ്രധാനമന്ത്രിയെ പറ്റി പറഞ്ഞത്, അതായത് US പ്രസിഡന്റുമായിട്ട് നമ്മുടെ ഭരണഘടനയിൽ ഏതെങ്കിലും ഒരു ഫംഗ്ഷനെ നമുക്ക് കമ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ പ്രസിഡന്റിനേക്കാൾ കൂടുതലും അതിന് യോഗ്യൻ ആരാണ് അല്ലെങ്കിൽ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ളത് ആരാണ്? പ്രൈം മിനിസ്റ്റർ ആണെന്നാണ് ഡോക്ടർ BR അംബേദ്കർ പറഞ്ഞത്. ആൻഡ് ദ ഫൈനൽ ടോപ്പിക് ഈസ് ദാറ്റ് റിലേഷൻ വിത്ത് പ്രസിഡന്റ്. പ്രസിഡന്റുമായിട്ടുള്ള റിലേഷൻസ് എന്തൊക്കെയാണ് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. ആർട്ടിക്കിൾ 74 പറയുന്നു കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിനെ എയ്ഡ് ചെയ്യാനും ആർട്ടിക്കിൾ 74 പറയുന്നു പ്രൈം മിനിസ്റ്ററിന് ഒരു കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് കാണും. ഇതിനു വേണ്ടിയിട്ട് ടു എയ്ഡ് ആൻഡ് അഡ്വൈസ് ദ പ്രസിഡന്റിനെ എയ്ഡ് ചെയ്യാനും അഡ്വൈസ് ചെയ്യാനും വേണ്ടിയിട്ട് ഒരു കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് കാണും. അത് ആർട്ടിക്കിൾ 74 പറയുന്നത്. ആർട്ടിക്കിൾ 75 പറയുന്നു ദ പ്രൈം മിനിസ്റ്റർ ഷാൽ ബി അപ്പോയിന്റഡ് ബൈ ദ പ്രസിഡന്റ് ആൻഡ് ദ അതർ മിനിസ്റ്റേഴ്സ് ഷാൽ ബി അപ്പോയിന്റഡ് ബൈ ദ പ്രസിഡന്റ് ഓൺ ദ അഡ്വൈസ് ഓഫ് ദ പ്രൈം മിനിസ്റ്റർ. അതായത് പ്രൈം മിനിസ്റ്ററിനെ അപ്പോയിന്റ് ചെയ്യുന്നത് ആരാണ്? പ്രസിഡന്റ് ആണ്. മറ്റുള്ള മിനിസ്റ്റേഴ്സിനെ അപ്പോയിന്റ്മെന്റ് ചെയ്യുന്നത് പ്രസിഡന്റ് ആണ്, പക്ഷേ പ്രൈം മിനിസ്റ്ററുടെ നിർദ്ദേശത്തോടു കൂടി ആയിരിക്കും. പിന്നീട് ഇതേ ആർട്ടിക്കിളിൽ തന്നെ പറയുന്നുണ്ട് പ്രൈം മിനിസ്റ്റർ ആ ഒരു ഓഫീസ് ഹോൾഡ് ചെയ്യുന്ന ഒരു ഡ്യൂറേഷൻ എന്ന് പറയുന്നത് പ്രസിഡന്റ് അനുവദിക്കുന്നിടം വരെ ആയിരിക്കും.
ആൻഡ് അതിൽ പറയുന്ന മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് എപ്പോഴും റെസ്പോൺസിബിൾ ടു ദ ഹൗസ് ഓഫ് പീപ്പിൾ ആയിരിക്കും. ഹൗസ് ഓഫ് പീപ്പിളിനോടായിരിക്കും ഈ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഡയറക്ട്ലി റെസ്പോൺസിബിൾ ആയിട്ടുള്ളത്. ആൻഡ് ദ ഫൈനൽ വൺ ഇസ് ദാറ്റ് ആർട്ടിക്കിൾ 78. പ്രൈം മിനിസ്റ്ററിന്റെ ഡ്യൂട്ടീസ് ആണ് ഇതിൽ പറയുന്നത്. അതായത് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിന്റെ ഡിസിഷൻ അഡ്മിനിസ്ട്രേഷനിൽ അല്ലെങ്കിൽ പ്രപ്പോസൽ ഫോർ ലെജിസ്ലേഷൻ ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും പ്രസിഡന്റിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് ആരാണ്? പ്രധാനമന്ത്രിയാണ്. ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് ദാറ്റ് ഇപ്പോൾ എന്തെങ്കിലും അഡ്മിനിസ്ട്രേഷനുമായിട്ടോ അല്ലെങ്കിൽ അഫയേഴ്സുമായിട്ടോ യൂണിയൻ അഫയേഴ്സുമായിട്ടൊക്കെ ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ലെജിസ്ലേഷൻ പ്രപ്പോസലിന് വേണ്ടിയിട്ടൊക്കെ ഒരു ഇത് വരികയാണെന്നുണ്ടെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പ്രസിഡന്റ് പ്രധാനമന്ത്രി ആയിരിക്കും അത്തരത്തിലുള്ള കാര്യങ്ങൾ ഏൽപ്പിക്കുക. ആൻഡ് ദ തേർഡ് പോയിന്റ് ഈസ് ഓൾറെഡി നമ്മൾ പറഞ്ഞു, ഇപ്പോൾ ഏതെങ്കിലും ഒരു വിഷയത്തിൽ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഒരു തീരുമാനം എടുത്തില്ല അല്ലെങ്കിൽ കൺസിഡർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പക്ഷെ അവിടെ പ്രൈം മിനിസ്റ്റർ അതിന് തീരുമാനം എടുത്ത് കാണും. ആ ഒരു സാഹചര്യത്തിൽ പ്രസിഡന്റ് പറയുകയാണ് വീണ്ടും ഒരു റീകൺസിഡറേഷന് വേണ്ടിയിട്ട് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിന്റെ മുമ്പിൽ ഈ ഒരു വിഷയം വീണ്ടും വെക്കണം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും ആ ഒരു വിഷയം കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിന്റെ മുമ്പിൽ റീസബ്മിഷൻ അല്ലെങ്കിൽ റീകൺസിഡറേഷന് വേണ്ടിയിട്ട് അയക്കും. സോ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ പ്രധാനമായിട്ടും പ്രൈം മിനിസ്റ്റർ എന്നൊരു സെഷനിൽ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത്. ആൻഡ് ഈ പ്രൈം മിനിസ്റ്ററിൻ്റെ പോർഷനിൽ വരുന്ന ഒന്നാണ് റോൾ ഡിസ്ക്രിപ്ഷൻസ് എന്ന് പറയുന്നത്. ഇത് ജസ്റ്റ് ഒന്ന് കേട്ട് വെക്കാം. അതായത് പ്രൈം മിനിസ്റ്ററിൻ്റെ റോളിനെ പറ്റിയിട്ട് ഒരുപാട്, അതായത് എമിനൻ്റ് ആയിട്ടുള്ള പൊളിറ്റിക്കൽ സയൻറ്റിസ്റ്റ് ആണെങ്കിലും കോൺസ്റ്റിറ്റ്യൂഷണൽ എക്സ്പേർട്സ് ആണെങ്കിലും അങ്ങനെ ഒരുപാട് വ്യക്തിത്വങ്ങൾ പ്രൈം മിനിസ്റ്ററിൻ്റെ റോളിനെ പറ്റിയിട്ട് ഒരുപാട് കോമൻസ് നടത്തിയിട്ടുണ്ട്. സോ അല്ലെങ്കിൽ വിശേഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ലോർഡ് മോർലി പ്രൈം മിനിസ്റ്ററിനെ പ്രിമസ് ഇന്റർപേഴ്സ് എന്നാണ് വിശേഷിപ്പിച്ചത്, അതായത് തുല്യരിൽ ഒന്നാമൻ എന്നാണ്. ആൻഡ് ഇതുപോലെ തന്നെ ഹെർബർട്ട് മാരിസൺ പറഞ്ഞത് ആസ് ദി ഹെഡ് ഓഫ് ദ ഗവൺമെൻറ് ഹി ഈസ് പ്രിമസ് ഇന്റർപേഴ്സ്, അതായത് പ്രൈം മിനിസ്റ്റർ ഗവൺമെൻറ്റിൻ്റെ ഹെഡ് എന്ന നിലയിൽ അദ്ദേഹം എന്താകുന്നു? പ്രിമസ് ഇന്റർപേഴ്സ്, അതായത് തുല്യരിൽ ഒന്നാമനാകുന്നു. ആൻഡ് വില്യം വേർണർ ഹാർക്കോട്ട് പറഞ്ഞത് ഇന്റർസ്റ്റെല്ലാസ് ലൂണ മൈനേഴ്സ് എന്നാണ്, പ്രകാശം നിറഞ്ഞ നക്ഷത്രങ്ങൾക്കിടയിലെ പൂർണ്ണചന്ദ്രൻ. ജെനിങ്സ് പറഞ്ഞത് സൺ വിച്ച് പ്ലാനറ്റ്സ് റിവോൾവ്, അതായത് മന്ത്രിമാരാകുന്ന ഗ്രഹങ്ങൾ ഭ്രമണം ചെയ്യുന്ന സൂര്യൻ. ആൻഡ് HR.G. ഗ്രീവസ് പറഞ്ഞത് ദി ഗവൺമെൻറ് ഈസ് ദ മാസ്റ്റർ ഓഫ് ദ കൺട്രി ആൻഡ് ഹീ ഈസ് ദ മാസ്റ്റർ ഓഫ് ദ ഗവൺമെൻറ്, അതായത് ഗവൺമെൻറ് എന്ന് പറയുന്നത്, സർക്കാർ എന്ന് പറയുന്നത് രാജ്യത്തിൻ്റെ യജമാനനാണെങ്കിൽ മന്ത്രി എന്ന് പറയുന്നത് സർക്കാരിൻ്റെ യജമാനനാണ് എന്ന വിശേഷണം നൽകിയത് HR.G. ഗ്രീവ്സ് ആണ്. ആൻഡ് മുൺറോ പറഞ്ഞത് ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പ് ഓഫ് ദ സ്റ്റേറ്റ് എന്നാണ്, അതായത് രാഷ്ട്രമാകുന്ന കപ്പലിൻ്റെ കപ്പിത്താൻ എന്ന വിശേഷണം നൽകിയത് മുൺറോ ആണ്. ആൻഡ് അങ്ങനെ ഒരുപാട് വിശേഷണങ്ങൾ പ്രൈം മിനിസ്റ്റർക്ക് നൽകിയിട്ടുണ്ട്. സോ ഇതൊക്കെ ജസ്റ്റ് ഒന്ന് കേട്ട് വെക്കാം. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദ ടോപ്പിക് പ്രൈം മിനിസ്റ്റർ.